ഹായ്. അപ്പോൾ ഇന്നിപ്പോൾ നാരങ്ങ ഈത്തപ്പഴം അച്ചാറിടാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള വെളുത്തുള്ളി ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ അച്ചാറിടാനുള്ള വെളുത്തുള്ളി ഇഞ്ചും തൊലിക്കലാണ് കേട്ടോ. കുറച്ചൊരു മടിയുള്ള കാര്യം. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തൊലിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ രാത്രി വെളുത്തുള്ളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ വേഗം തൊലിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ്. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വന്നപ്പോഴാണ് കേട്ടോ നാരങ്ങയ്ക്കുള്ള ഈത്തപ്പഴം കാന്താരിമുളകൊക്കെ കൊടുന്നത്. അപ്പം ഇനിയിപ്പോൾ രാവിലെ ഇതിന് കുരു കളയാനും കാന്താരിമുളക് നെട്ടി പൊട്ടിക്കാനൊക്കെ ഇരുന്നാൽ ടൈം പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രാത്രി ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈത്തപ്പഴം കുരു കളയാനും ഇരുന്ന് പിന്നെ ഇക്കാകയും ജസ്ലിമോളും കൂടെ മുളക് നെട്ടിയൊക്കെ പൊട്ടിച്ച് തരുന്നു കേട്ടോ. അപ്പോൾ കാന്താരി മുളകിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് കേട്ടോ. കിലോക്ക് 300 250 രൂപ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത് 250 കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് 300 രൂപക്കാണ്ട് 1 കിലോ വാങ്ങിയത് കാന്താരി മുളക്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈത്തപ്പഴം കുരു കളയൽ കഴിഞ്ഞിട്ടും കാന്താരി മുളക് അതാ അപ്പച്ചി മോളും കൂടി നെട്ടിയൊക്കെ പൊട്ടിച്ചിരിക്കണം. അപ്പോൾ അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നോടൊന്ന് ഇതൊന്ന് ഇരിക്കുന്നാലേ വേഗം കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോപ്പ് ഇടണം. അപ്പോൾ അതൊക്കെ ഇതാ നെട്ടി പൊട്ടിക്കലും കുരുവളയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഇത് അച്ചാറിടാൻ നിൽക്കുന്നത്. അപ്പോൾ നാരങ്ങ അതാ വേറെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് മുറിച്ചൊന്ന് ഉപ്പിട്ട് വെക്കണം. അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ അതേപോലെ വേഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട്. പിന്നെ നാരങ്ങ തന്നെ ഞാൻ ഒരു ഓട്ടപാത്രത്തിലേക്ക് കൊട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള വെള്ളം അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മറ്റേത് ആ വെള്ളം ചേർന്നാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് വരും. പിന്നെ ഇതാ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ചാറിടണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കാന്താരിമുളകും പച്ചമുളകും മാത്രമാണ് കേട്ടോ ഞാൻ നാരങ്ങ ഈത്തപ്പഴച്ചാറിടണേക്ക് ഇടയിൽ. വേറെ അച്ചാറ് പൊടിയോ ഒന്നും ചേർക്കില്ല, മഞ്ഞച്ചാറാക്കി അങ്ങനെയാണ് ഇടൽ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇത് രാത്രി ചൂടാറിൻ്റെ ശേഷം വന്നതിൻ്റെ ശേഷം കേട്ടോ ഞങ്ങളിത് ബോട്ടിലൊക്കെ ആക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.